കാറ്റും സൂര്യനും. പടിഞ്ഞാറൻ കാറ്റും ഉദയസൂര്യനും ഒരിക്കൽ തർക്കമായി. കാറ്റ് പറഞ്ഞു, തനിക്കാണ് സൂര്യനേക്കാൾ ശക്തി അധികമെന്ന്. പക്ഷേ സൂര്യൻ സമ്മതിച്ചില്ല. അപ്പോൾ കാറ്റ് പറഞ്ഞു, വലിയ മരങ്ങളെ കടപുഴക്കി വീഴ്ത്താൻ എനിക്ക് സാധിക്കും. കടലിലെ വെള്ളത്തെ അടിച്ചുയർത്തി മല പോലെയുള്ള തിരമാലകൾ ഉണ്ടാക്കാനും എനിക്ക് സാധിക്കും. സൂര്യൻ പറഞ്ഞു, ധാന്യങ്ങൾ വിളയിക്കുന്നത് ഞാനാണ്. ഞാൻ പ്രകാശിക്കുമ്പോൾ ജനങ്ങൾ സന്തോഷിക്കുന്നു. അപ്പോൾ കാറ്റ് പറഞ്ഞു, അതൊന്നും ശക്തിയുടെ ലക്ഷണമല്ല. ആ സമയത്ത് ഒരു യാത്രക്കാരൻ ആ വഴി വന്നു. സൂര്യൻ ചോദിച്ചു, ആ പോകുന്ന മനുഷ്യൻ്റെ ഓവർകോട്ട് ഊരാൻ താങ്കൾക്ക് കഴിയുമോ? എങ്കിൽ ഞാൻ സമ്മതിക്കാം, താങ്കൾക്കാണ് കൂടുതൽ ശക്തിയെന്ന്. കാറ്റ് ആ വെല്ലുവിളി സ്വീകരിച്ചു. ഉടനെ അവൻ ശക്തിയായി ഊതി. യാത്രക്കാരൻ്റെ ഓവർകോട്ട് പറന്നു. വീണ്ടും കാറ്റ് ഊതി. കോട്ട് യാത്രക്കാരൻ്റെ തലയ്ക്ക് മീതെ ഉയർന്നു പറക്കാൻ തുടങ്ങി. അപ്പോൾ അയാൾ ഓവർകോട്ട് ദേഹത്തോട് ചേർത്ത് പിടിച്ച് യാത്ര തുടർന്നു. പിന്നീട് കാറ്റ് ഓടിച്ചെന്ന് കടലിൽ നിന്ന് നീരാവി പിടിച്ചെടുത്ത് മഴ പെയ്യിച്ചു. അപ്പോൾ യാത്രക്കാരൻ എന്ത് ചെയ്തു? ഒരു വീട്ടിൽ കയറി നിന്നു. എന്നിട്ടും തൻ്റെ കോട്ട് ഊരിയില്ല. കാറ്റ് തോൽവി സമ്മതിച്ചു. പാവം കാറ്റ്. കാറ്റ് പലവിധ പണിയെടുത്തിട്ടും അയാൾ ഓവർകോട്ട് ഊരിയില്ല. അതുകൊണ്ട് കാറ്റ് തോൽവി സമ്മതിച്ചു. ഇനി സൂര്യൻ്റെ ഊഴമാണ്. സൂര്യൻ പതുക്കെ പ്രകാശിച്ചു. യാത്രക്കാരൻ ആശ്വസിച്ചു. മഴ മാറിയല്ലോ എന്ന് സന്തോഷിച്ച് അയാൾ യാത്ര തുടർന്നു. അപ്പോൾ സൂര്യൻ കൂടുതൽ ജ്വലിച്ചു. അന്തരീക്ഷത്തിൽ ചൂട് വർദ്ധിച്ചു. യാത്രക്കാരൻ ഒരു മരത്തണലിൽ ഇരുന്നു. അയാൾ കോട്ട് ഊരിയില്ല. പിന്നെയും സൂര്യൻ ജ്വലിച്ചു. അപ്പോൾ ചൂട് സഹിക്കാൻ കഴിയാതെ യാത്രക്കാരൻ തൻ്റെ ഓവർകോട്ട് ഊരി വീശാൻ തുടങ്ങി. മത്സരത്തിൽ സൂര്യൻ ജയിച്ചു. അതുകൊണ്ട് കാറ്റ് തല താഴ്ത്തി തോൽവി സമ്മതിച്ചു. ഇതിന് എന്ത് ഉപദേശമാണ് കിട്ടുന്നത്? ശക്തിക്കൊപ്പം ബുദ്ധിയും ഉണ്ടായാൽ മാത്രമേ വിജയം കൈവരിക്കാനാവൂ. എങ്ങനെയുണ്ട് കഥ? ഇഷ്ടമായോ?